സഹോദരീ സഹോദരന്മാരെ, കൊച്ചി മെട്രോയുടെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തേണ്ട ഘട്ടമായപ്പോൾ അത് ആര് നിർവഹിക്കണം എന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് അശേഷം സംശയമുണ്ടായിരുന്നില്ല. കേന്ദ്രവും സംസ്ഥാനവും കൂടിച്ചേർന്ന് യാഥാർത്ഥ്യമാക്കിയ കൊച്ചി മെട്രോയിൻ്റെ ഉദ്ഘാടനം ആദരണീയനായ പ്രധാനമന്ത്രി തന്നെ നിർവഹിക്കണം എന്നായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ പൊതുവായ നിലപാട്. അതിൻ്റെ ഭാഗമായി പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ സമീപിക്കുകയും പ്രധാനമന്ത്രിയുടെ തിരക്ക് പിടിച്ച പരിപാടികൾ നമുക്കെല്ലാം അറിയാം. അദ്ദേഹത്തിന് വളരെ തിരക്ക് പിടിച്ച പരിപാടികളാണ് എന്നത്. അതിനിടക്ക് ഈ പരിപാടിക്ക് സമയം കണ്ടെത്തുകയും ഇവിടെ വന്ന് ആ കർമ്മം നിർവഹിക്കുകയും ചെയ്ത പ്രധാനമന്ത്രിക്ക് ആദ്യമേ തന്നെ ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തട്ടെ. ഇതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉയർത്താൻ ശ്രമിച്ചവർക്കെല്ലാം അല്പം നിരാശ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടാകും എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഏതായാലും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും യോജിച്ച് തന്നെയാണ് ഈ കാര്യത്തിൽ നീങ്ങിയത്. കൊച്ചി മെട്രോ എന്നത് കൊച്ചിയിലുള്ള ഒരു മെട്രോ ആണെങ്കിലും നമ്മുടെ സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയുമായ ഒരു പദ്ധതിയാണ്. ഇത് പൂർണ്ണതയിലെത്തിച്ചത് നമ്മുടെ രാജ്യത്തിൻ്റെ ആകെ സംഭാവനയോടുകൂടിയാണ്. അതായത് ഇതിൽ പണിയെടുത്ത തൊഴിലാളികൾ ഇവിടെ കൊച്ചിയിലും കേരളത്തിലുമുള്ളവർ മാത്രമല്ല, രാജ്യത്താകെയുള്ള തൊഴിലാളികളാണ്. അവരോടെല്ലാമുള്ള കൃതജ്ഞതയും ഞാൻ ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം കൊച്ചി മെട്രോയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇവിടെ ബഹുമാന്യനായ ഇ ശ്രീധരനെ ആർക്കും മറക്കാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ അനിതരസാധാരണമായ നേതൃപാടവം കൊച്ചി മെട്രോ വേഗത്തിൽ തന്നെ യാഥാർത്ഥ്യമാക്കുന്നതിന് ഇടയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നാം ഉദ്ഘാടനം നിർവഹിച്ച സെക്ടർ മെട്രോകളുടെ ചരിത്രത്തിൽ തന്നെ അതിവേഗതയിൽ പൂർത്തിയാക്കിയ ഒരു ഭാഗമാണ്. അതാണ് ആദരണീയനായ അർബൻ ഡെവലപ്മെൻറ്റ് മിനിസ്റ്റർ ഇവിടെ നേരത്തെ വ്യക്തമാക്കിയത്. അപ്പോൾ കേരളത്തിൻ്റെ വികസന സ്വപ്നങ്ങളിൽ ഒന്നായ മെട്രോ ഇന്ന് യാഥാർത്ഥ്യമാവുകയാണ്. നമുക്കറിയാം, ഇത് മാത്രമല്ല കേരളത്തിൻ്റെ വികസന സ്വപ്നമെന്ന്. ഇവിടെ ആദരണീയനായ വെങ്കയ്യ നായിഡുജി പറഞ്ഞതുപോലെ വികസന കാര്യങ്ങളിൽ ഒരുപാട് കേരളത്തിന് മുന്നേറാനുണ്ട്. ഒട്ടേറെ കാര്യങ്ങളിൽ കേന്ദ്രവും സംസ്ഥാനവും യോജിച്ച് തന്നെ വികസന കാര്യങ്ങൾ നടപ്പാക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ വികസനം 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 എന്നതിലാണ് ശ്രദ്ധിക്കുന്നത്, കേന്ദ്രീകരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അത് പൂർണ്ണമായി ഞങ്ങളും ഏറ്റെടുക്കുകയാണ്. പക്ഷേ ആ കാര്യത്തിൽ ഫലപ്രദമായ സഹായം ഉണ്ടാകണം. കാരണം സംസ്ഥാനമെന്ന നിലക്ക് അത്രമാത്രം വിഭവശേഷി ഞങ്ങൾക്കില്ല. അക്കാര്യത്തിൽ കേന്ദ്രത്തിൻ്റെ സഹായം നല്ല രീതിയിൽ ഉണ്ടാവണം. എല്ലാ കാര്യത്തിലും പോസിറ്റീവായ സമീപനമാണ് ഈ വികസന കാര്യങ്ങളിൽ പൊതുവിൽ കേന്ദ്രത്തിൽ നിന്നുണ്ടായിട്ടുള്ളത് എന്നുകൂടി ഈ ഘട്ടത്തിൽ അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ മെട്രോവിനോടനുബന്ധിച്ച് കൊച്ചി വൺകാർഡും നമ്മൾ പുറത്തിറക്കുകയാണ്. ഇതാദ്യമായാണ് പല സേവനങ്ങൾക്കായി ഒരേ സമയം ഉപയോഗിക്കാവുന്ന സ്മാർട്ട് കാർഡ് ഒരു മെട്രോ സംവിധാനത്തിൻ്റെ ഭാഗമായി ആവിഷ്കരിക്കുന്നത്. ഓപ്പൺ ലൂപ്പ് സ്മാർട്ട് കാർഡ് ഉള്ള ലോകത്തിലെ തന്നെ അപൂർവം ചില നഗരങ്ങളിലൊന്നായി കൊച്ചി മാറുകയാണ്.
കൊച്ചി മെട്രോ ടിക്കറ്റ് വാളറ്റ് മൊബൈൽ പണമിടപാടിനുള്ള സംവിധാനമാണത്. ഈ തരത്തിലൊക്കെ ഉപയോഗപ്പെടുത്താവുന്ന കൊച്ചി വൺ മൊബൈൽ ആപ്പിനും ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ലോകത്തെമ്പാടുമുള്ള നിക്ഷേപകർക്ക് കൊച്ചി മെട്രോയുടെ പൂർത്തീകരണത്തോടെ ഒരു സന്ദേശം ഉയരുകയാണ്. ഇത്ര വേഗത്തിൽ പൂർത്തിയാക്കിയ മറ്റൊരു മെട്രോ ഇല്ല എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഏത് വികസന പ്രവർത്തനവും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ആവും എന്ന സന്ദേശമാണ് നാം ഇതിലൂടെ നൽകുന്നത്. ഇവിടെ ഒരു കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. അത് കൊച്ചി നിവാസികളുടെ സഹകരണമാണ്. കൊച്ചി നിവാസികൾ ഈ പദ്ധതിയുമായി വളരെ നല്ല രീതിയിലാണ് സഹകരിച്ചത്. വലിയ വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും കുറച്ചു പേർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. എന്നാൽ വിവിധങ്ങളായ പ്രയാസങ്ങൾ നേരിടേണ്ടി വരുന്നവർക്ക് അർഹമായ നഷ്ടപരിഹാരവും പുനരധിവാസവും ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. സർക്കാർ ആഗ്രഹിക്കുന്നത് വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നാണ്. വികസന പ്രവർത്തനങ്ങൾ നാടിൻ്റെ, ഒരു പ്രദേശത്തിൻ്റെ മാത്രമല്ല, നാടിൻ്റെയും രാജ്യത്തിൻ്റെയും വികസനത്തിന് ആവശ്യമാണ്. അപ്പോൾ അത്തരമൊരു കാര്യം വരുമ്പോൾ ഏതാനും ചിലർ വിഷമങ്ങൾ സഹിച്ചായാൽ പോലും അതുമായി സഹകരിക്കാൻ തയ്യാറാവണം. എന്നാൽ വിഷമങ്ങൾ സഹിക്കുന്നവർ അവർ വിഷമിച്ചോട്ടെ എന്ന നിലപാട് സർക്കാർ സ്വീകരിക്കില്ല. അവർക്കാവശ്യമായ നഷ്ടപരിഹാരവും പുനരധിവാസം ആവശ്യമാണെങ്കിൽ പുനരധിവാസവും ഏർപ്പെടുത്തുന്ന നിലപാടാണ് സർക്കാർ കൈക്കൊള്ളുന്നത്. എന്നിട്ടും എതിർക്കാൻ തയ്യാറായാൽ പിന്നെ ആ എതിർപ്പ് അംഗീകരിച്ചു കൊണ്ട് പോകാൻ കഴിയില്ല. വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ സർക്കാർ നിർബന്ധിതമാകും എന്നുകൂടി ഈ ഘട്ടത്തിൽ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളിൽ ക്രിയാത്മകമായ എല്ലാ നിർദ്ദേശങ്ങളും വിമർശനങ്ങളുണ്ടെങ്കിൽ അതും ഞങ്ങൾ സ്വാഗതം ചെയ്യും. അതേസമയം വിമർശനങ്ങൾക്ക് വേണ്ടിയുള്ള വിമർശനങ്ങളിലൂടെ ഒരു പദ്ധതിയിൽ നിന്നും സർക്കാരിനെ പിന്തിരിപ്പിക്കാനാവില്ല എന്നതും വ്യക്തമാക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ഇക്കാര്യത്തിൽ നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമുക്ക് നമ്മുടെ നാടിനെ വികസിപ്പിക്കണം, ഒരു നവകേരളം സൃഷ്ടിക്കാനാവണം. അത് ഏതെങ്കിലും ഒരു പക്ഷത്തിൻ്റെ ആവശ്യമല്ല, നാടിൻ്റെയും നാട്ടുകാരുടെയും ആവശ്യമാണ്. നമുക്കെല്ലാം ഒന്നിച്ച് ഇക്കാര്യത്തിൽ കൈകോർക്കാൻ കഴിയണം. ഗതാഗത സൗകര്യം ഒരുക്കുന്നതുൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നല്ല നിലയിൽ നടക്കേണ്ടതായിട്ടുണ്ട്. അതിനുള്ള ഒട്ടേറെ പദ്ധതികൾ, കണ്ണൂർ വിമാനത്താവളം, കൊച്ചി വാട്ടർ മെട്രോ, ദേശീയപാത 6 വരിയാക്കൽ, റെയിൽവേ പാത ഇരട്ടിപ്പിക്കൽ, ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ നാം അതിവേഗതയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വികസന പ്രവർത്തനങ്ങൾ മൂലം പ്രകൃതിക്ക് കോട്ടം വരുന്ന സ്ഥിതി ഉണ്ടാകാൻ പാടില്ല. ഇക്കാര്യത്തിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളിൽ ഞങ്ങൾ എതിര് നിന്നിട്ടുണ്ട് എന്നത് ഓർക്കേണ്ടതായിട്ടുണ്ട്. അത് ആറന്മുള വിമാനത്താവള പദ്ധതിക്കാണ്. അത് വിമാനത്താവളത്തിനെതിരായിരുന്നില്ല, പരിസ്ഥിതിക്ക് വലിയ ആഘാതമുണ്ടാക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് അതിന് എതിരായി നിൽക്കേണ്ടി വന്നത്. കേരളത്തിന് സുദീർഘമായ കടൽത്തീരവും നദികളും തടാകങ്ങളും ഒക്കെയുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി ഉൾനാടൻ ജലാശയങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ അപകട സാധ്യതയും മലിനീകരണവും കുറഞ്ഞ ജലഗതാഗതം വികസിപ്പിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുകയാണ്. കേരളത്തിൻ്റെ ദേശീയ ജലപാത സഞ്ചാരയോഗ്യമാക്കാനുള്ള തീവ്രമായ ശ്രമമാണ് നടക്കുന്നത്. സമയബന്ധിതമായി അത് പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ റോഡുകളിലെ തിരക്കും അന്തരീക്ഷ മലിനീകരണവും കുറക്കുന്നതിന് ഇത് സഹായകരമാകും. ടൂറിസം മേഖലയ്ക്കും ഇത് വലിയ മുതൽക്കൂട്ടാകും. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സോളാർ ബോട്ട് പ്രവർത്തിപ്പിച്ചു തുടങ്ങിയത് കേരളത്തിലാണ് എന്നത് പ്രകൃതിയോടും സുസ്ഥിര വികസനത്തോടുമുള്ള സർക്കാരിൻ്റെ പ്രതിബദ്ധതയാണ് വ്യക്തമാക്കുന്നത്. മെട്രോയിലെ സൗരോർജം ഉപയോഗപ്പെടുത്തി മെട്രോ തൂണുകളിൽ ഉദ്യാനങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവയും പ്രകൃതിയോടുള്ള സർക്കാരിൻ്റെ പ്രതിബദ്ധത തെളിയിക്കുന്നതാണ്. മെട്രോയുടെ പ്രവർത്തനത്തിൽ കുടുംബശ്രീയും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പദ്ധതിയുടെ വിജയത്തിന്
അന്യസംസ്ഥാന തൊഴിലാളികൾ വഹിച്ച പങ്ക് ഒന്നുകൂടി പ്രത്യേകമായി എടുത്തു പറയുകയാണ്. കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ അവർ നൽകുന്ന സംഭാവനകൾ സർക്കാർ ഏറെ വിലമതിക്കുന്നു. അന്യസംസ്ഥാന തൊഴിലാളികളുടെ ക്ഷേമം കണക്കാക്കിയാണ് അവർക്കായി സംസ്ഥാന സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ പദ്ധതിയുടെ പ്രവർത്തനത്തിലേർപ്പെട്ട അന്യസംസ്ഥാന തൊഴിലാളികളെ ഒരു ദിവസം ട്രെയിനിൽ ഒന്ന് യാത്ര നടത്തിക്കുന്നത് വളരെ നന്നാവുമെന്നാണ് കൊച്ചി മെട്രോവിനോട് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്. അത്തരമൊരു യാത്ര അവർക്കുള്ള അംഗീകാരവും കൂടിയായി മാറും. സാമൂഹ്യമായി പ്രത്യേക പരിഗണന ആവശ്യമുള്ള വിഭാഗങ്ങളോടുള്ള സർക്കാർ സമീപനമാണ് ഇവിടെ പ്രായോഗികമാക്കിയിട്ടുള്ളത്. നാനാത്വത്തിൽ ഏകത്വമെന്ന തത്വം അർത്ഥവത്താക്കുന്ന തരത്തിലുള്ള ഇടപെടലും കൊച്ചി മെട്രോയിലൂടെ നാം നടപ്പിലാക്കുകയാണ്. കൊച്ചി മെട്രോ യാഥാർത്ഥ്യമാക്കുന്നതിൽ സഹകരിച്ച കേന്ദ്ര സർക്കാരിനോടും DMRCയോടും പ്രത്യേകിച്ച് ഇ ശ്രീധരനോടുമുള്ള നന്ദി ഈ അവസരത്തിൽ ഒന്നുകൂടി രേഖപ്പെടുത്തുന്നു. ഇതിനായി അഹോരാത്രം പ്രവർത്തിച്ച, ഇതുമായി സഹകരിച്ച എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ സംരംഭം ഫലവത്താക്കുന്നതിന് നേതൃത്വം നൽകിയ KMRLൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. കേരളത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഗതാഗത സൗകര്യങ്ങൾ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. അതിലൊന്നാണ് കൊച്ചി മെട്രോ. കൊച്ചിയുടെ വികസനത്തിനും കേരളത്തിൻ്റെ വികസന മുന്നേറ്റത്തിനും ഇത് കരുത്തായി തീരുമെന്ന പ്രതീക്ഷയോടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ.